ദളിതൻ ഭാഗം 4. ഓഹോ, ധൈര്യം കൂടി കേട്ടോ. തമ്പുരാൻ ഗോപാലൻ നോക്കി. ഇവനെ കോളനിയിൽ കൊണ്ടുപോയി വിട്. അച്ഛനോട് പറ, മോനെ ഇനി അമ്പലത്തിൽ 100 മീറ്റർ അടുത്തേക്ക് വരാൻ പാടില്ല. വന്നാൽ. ഗോപാലൻ ചിരിച്ചു. ശരി തമ്പുരാനെ. കുഞ്ഞുണ്ണിയെ വലിച്ചഴിച്ചു. വീട്ടിലെത്തിയപ്പോൾ രാത്രി 10 മണി. രാഘവൻ ഓടി വന്നു. എന്താ പറ്റിയത് മോനെ? കുഞ്ഞുണ്ണി കരഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞു. ദേവയ്ക്ക് മകനെ ചേർത്ത് പിടിച്ചു. എന്റെ മോനെ, ദൈവത്തോട് തൊഴുതതിന്റെ പേരിൽ അടിയാണോ? കല്യാണ ചേട്ടന്റെ മുഖം തുടച്ചു. ചേട്ടാ, കരയണ്ട. രാഘവൻ ഒന്നും മിണ്ടിയില്ല. അകത്തു പോയി ഒരു കോലെടുത്തു വന്നു. പപ്പ, കുഞ്ഞുണ്ണി വിളിച്ചു. രാഘവൻ കോൾ കുഞ്ഞുണ്ണിയുടെ മുന്നിൽ നിലത്ത് കുത്തി. മോനെ, ഇനി മുതൽ നീ അമ്പലത്തിന്റെ വഴിക്ക് പോണ്ട. പക്ഷേ പഠിക്കുന്നത് നിർത്തണ്ട കേട്ടോ. കുഞ്ഞുണ്ണി തലയാട്ടി. കണ്ണിൽ നിന്ന് വെള്ളം. പക്ഷെ അതിൽ പേടിയില്ല. ഒരു തീയുണ്ട്. മണ്ണെണ്ണ തീർന്നു, വിളക്കില്ല. പക്ഷെ കുഞ്ഞുണ്ണി ഉറങ്ങിയില്ല. പുറത്ത് നിലാവ്. ആ വെളിച്ചതിൽ പുസ്തകം തുറന്നു. കല്യാണി ചോദിച്ചു, ചേട്ടാ, പേടിയായില്ലേ? ഇല്ല കുട്ടി, കുഞ്ഞുണ്ണി പറഞ്ഞു. ദൈവം എന്നെ കണ്ടു, കാര്യസ്ഥനും കണ്ടു. നാളെ പരീക്ഷ എഴുതാൻ ഞാൻ പോകും, ജയിക്കും. ദേവിക്ക് മകന്റെ നനഞ്ഞ ഷർട്ടെടുത്ത് ഉണക്കാനിട്ടു. പുറത്ത് കാറ്റ്, അകത്തൊരു കുട്ടി. വിലക്കപ്പെട്ട ദൈവം, വിലക്കപ്പെട്ട പഠിത്തം. പക്ഷേ പിടിവിട്ടില്ല. പുലർച്ചെ 6 മണി. മനക്കൽ പറമ്പ് മുഴുവൻ ബഹളം. മോഷണം, മോഷണം. അമ്പലത്തിലെ ഭണ്ഡാരം പൊട്ടിച്ചിരിക്കുന്നു. ഉള്ളിലെ പൈസ മുഴുവൻ കാലിയാണ്. ഏകദേശം 10,000 രൂപ. ഉത്സവത്തിന് പിരിച്ചതാണ്. തമ്പുരാൻ ഓടി വന്നു. മുഖം ചുവന്നിരിക്കുന്നു. ആരാ ചെയ്തത്? ആര് ചെയ്തത്? കാര്യസ്ഥൻ ഗോപാലൻ മുന്നിൽ. അവന്റെ കണ്ണ് രണ്ടും ഓടിക്കളിക്കുന്നു. കാരണം പൈസ അവൻ തന്നെ എടുത്തതാണ്. ചൂതാട്ടത്തിൽ തോറ്റു, കടം തീർക്കാൻ. ഗോപാലൻ ഉറക്കെ പറഞ്ഞു. തമ്പുരാനെ, ഞാൻ കണ്ടു. എന്ത് കണ്ടു? ഇന്നലെ രാത്രി ആ കോളനിക്കാരൻ പയ്യൻ കുഞ്ഞുണ്ണി അമ്പലത്തിന്റെ നടയിൽ മുട്ടുകുത്തി നിന്നില്ലേ? അപ്പോൾ തന്നെ സംശയം തോന്നി. രാത്രി വന്നിട്ട് ഭണ്ഡാരം പൊട്ടിച്ചിട്ട് പോയി. പൊള്ളയായ കള്ളം. പക്ഷേ പറഞ്ഞത് ഗോപാലനാണ്, തമ്പുരാന്റെ വിശ്വസ്തൻ. തമ്പുരാൻ ആഞ്ഞടിച്ചു. ആ പട്ടി പിടിക്കവനെ. 1 മണിക്കൂറിനുള്ളിൽ വാർത്ത കോളനിയിലെത്തി. 10-15 ആളുകൾ കയ്യിൽ വടി, കമ്പ്. മുന്നിൽ ഗോപാലൻ, പിന്നിൽ നാട്ടുകാർ. എവിടെയാ കള്ളൻ? എവിടെയാ കുഞ്ഞുണ്ണി? രാഘവനും ദേവജിയും കല്യാണി നടുങ്ങി നിന്നു. കുഞ്ഞുണ്ണിയെ സ്കൂൾ ബാഗും എടുത്ത് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. ഇന്ന് പരീക്ഷ. ഗോപാലൻ കടന്നു വന്നു. കുഞ്ഞുണ്ണിയുടെ ഷർട്ടിൽ പിടിച്ചു. എടാ കള്ള, ഭണ്ഡാരം മോഷ്ടിച്ചിട്ട് സ്കൂളിൽ പോകാൻ നോക്കുവാണോ? ഞാൻ മോഷ്ടിച്ചിട്ടില്ല ചേട്ടാ. കുഞ്ഞുണ്ണി വിറച്ചു. പറയണ്ട, നീ ഇന്നലെ അമ്പലത്തിൽ നിന്നില്ലേ? പോവണ്ട മോനെ. ദേവിക്ക് മകനെ വാരിയെടുത്തു. പോകാൻ സമ്മതിക്കില്ല. ഒരു നാട്ടുകാരെ പറഞ്ഞു. അവൻ പരീക്ഷ എഴുതാൻ പോവുകയാ. രാഘവൻ കൈകൂപ്പി. അവൾ കള്ളനല്ല, ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയാമോ? ഗോപാലൻ ചിരിച്ചു. നിങ്ങൾ ദളിതർക്ക് എന്തറിയാം? അടി തുടങ്ങി. ആദ്യം ഒരു തള്ള്, പിന്നെ ഒരു കമ്പ് കൊണ്ടുള്ള അടി. കുഞ്ഞുണ്ണിയുടെ പുറത്തു വീണു. അവൻ വളഞ്ഞു. അയ്യോ അമ്മേ. അവൻ വാവിട്ട് കരഞ്ഞു. കല്യാണി ഓടി ചേട്ടന്റെ മുന്നിൽ കയറി നിന്നു. അടിക്കണ്ട, എന്റെ ചേട്ടനെ അടിക്കണ്ട. അവളെയും ഒരു തള്ള്. അവൾ ചെളിയിൽ വീണു. ദേവി കരഞ്ഞു. എന്റെ മോനെ കൊല്ലണ്ട, അവൻ പരീക്ഷ എഴുതട്ടെ. രാഘവൻ മുന്നോട്ട് വന്നു. ഗോപാലൻ രാഘവന്റെ നേരെ വടി ചൂണ്ടി. നീ ഒന്ന് അനങ്ങിയാൽ നിന്റെ കാലൊടിക്കും. ഓർമ്മയുണ്ടോ നീ ആരാണെന്ന്? നീ ദളിതനാ. രാഘവൻ നിന്നു. അവനറിയാം, അനങ്ങിയാൽ കോളനി മുഴുവൻ തീപിടിക്കും. അവർക്ക് ചെയ്യാൻ പറ്റിയത് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, നോക്കി നിൽക്കുക. പിതാവും മാതാവും സ്വന്തം മകൻ അടികൊള്ളുന്നത് പക്ഷെ തടുക്കാൻ പറ്റില്ല. കാരണം അവർ ദളിതർ. അടി നിന്നു. കുഞ്ഞുണ്ണി ചെളിയിൽ കിടന്നു. മുഖം മുഴുവൻ ചെളി, ചുണ്ടിൽ ചോര. സ്കൂൾ ബാഗ് വലിച്ചെറിഞ്ഞു. പുസ്തകങ്ങൾ ചെളിയിൽ. ഇന്നു മുതൽ നീ സ്കൂളിൽ പോകണ്ട, ഗോപാലൻ പറഞ്ഞു. ജയിലിൽ പോകാൻ നോക്ക്. അവർ പോയി. പൊടി പറത്തി. കോളനി മുഴുവൻ നിശബ്ദം. ആരും ഒന്നും മിണ്ടിയില്ല. കാരണം പേടി. ദേവിക ഓടി വന്ന മകനെ എടുത്തു. മോനെ, മോനെ ഒന്ന് സംസാരിക്കേ. കുഞ്ഞുണ്ണി കണ്ണു തുറന്നു. അമ്മേ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഞാൻ ദൈവത്തോട് മാത്രം പറഞ്ഞതാ. എനിക്കറിയാം മോനെ, എനിക്കറിയാം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. രാഘവൻ വെള്ളം കൊണ്ടുവന്നു. മകന്റെ മുഖം കഴുകി. അവന്റെ കൈ രണ്ടും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അടിക്കാനല്ല, പിടിച്ചു നിൽക്കാൻ. അപ്പ, ഞാൻ പരീക്ഷ എഴുതിയില്ല. കുഞ്ഞുണ്ണി തേങ്ങി. എന്റെ 1ാം റാങ്ക് പോയി. രാഘവൻ ഒന്നും പറഞ്ഞില്ല. മകന്റെ തല നെഞ്ചോട് ചേർത്തു. ഒരു വാക്ക് പോലും പുറത്തു വന്നില്ല. കാരണം ബാക്കിയൊരു വിലയും ഇവിടെ ഇല്ല. കല്യാണി ചേട്ടന്റെ അടുത്തിരുന്ന് കരഞ്ഞു. ചേട്ടാ, നമ്മൾ എന്താ ഇങ്ങനെ? നമ്മൾ എന്താ ദളിതർ? ദേവിക്ക് മകളെ ചേർത്ത് പിടിച്ചു. മിണ്ടരുത് കുട്ടി, നമ്മൾ അങ്ങനെയാ. അവരടിക്കും, നമ്മൾ കരയും. അതാ ജീവിതം. തുടരും.